ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ എന്താണ് അടുത്ത ജന്മത്തിലാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയാൻ പോകുന്നത്, എനിക്ക് ഇപ്പം ഒരു മനുഷ്യനായി ഒരു നല്ല പൊസിഷനിലുള്ളൊരു ആളാവണം എന്നേ പറയുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു ഒരു പ്രാണിയായി മാറണം, ഇല്ലെങ്കിൽ ഒരു വേമായി മാറണം, ഒരു ചെറിയൊരു ആളായി മാറണം എന്നൊരിക്കലും പറയില്ല. ബിക്കോസ് നമ്മളിപ്പം അനുഭവിക്കുന്ന സുഖങ്ങളും നമുക്കിപ്പം കിട്ടുന്ന പവറും അതൊന്നും നമ്മുടെ ലൈഫ് ഒന്ന് ഡൗൺഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പം എപ്പോഴും നമ്മൾ അടുത്ത ജന്മത്തിൽ എന്താവണമെന്ന് ചോദിച്ചാലും നമ്മൾ കുറച്ചുകൂടി ഉയർച്ച വേണമെന്നേ നമ്മൾ ആലോചിക്കുള്ളൂ, അല്ലേ? അപ്പം ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ ഋഷിമുനിമാർ തന്ന കുറച്ച് വേദങ്ങളും ഉപനിഷത്തും കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ജീവിതം തീരുന്നവരെ നമുക്ക് കുറച്ച് കടങ്ങൾ നമുക്ക് പേ ബാക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ അൻസെസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികന്മാർ ചെയ്ത കുറേ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് കടം വീട്ടാനുണ്ട്. അപ്പം ഇത് ശതാബ്ദ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ബുക്കിലായിരുന്നു ഏറ്റവും ആദ്യത്തെ റെഫറൻസ്. മൂന്ന് ടൈപ്പ് ഓഫ് ഡെറ്റ്, അതായത് 3 ടൈപ്പ് ഓഫ് കടങ്ങളാണ് നമ്മൾ ഈ ലൈഫിൽ നമ്മൾ മരിക്കുന്നവരെ നമ്മൾ പേ ബാക്ക് തിരിച്ച് അടയ്ക്കേണ്ടത്. അതിൽ ഏറ്റവും ആദ്യത്തെ കടമാണ് ദേവഋണ. അപ്പം ദേവഋണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ഋണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടം, ഒരു ഡ്യൂട്ടി എന്നാണ്. അപ്പം ദേവഋണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോഴ്സ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പെട്ടെന്ന് വന്നതായിരിക്കില്ല. നമ്മളെവിടെയെങ്കിലും നമ്മളെല്ലാവരെയും ഒരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തു. ഒരു യൂണിവേഴ്സ് ഉണ്ട്, കുറേ ഫോഴ്സസ് ഉണ്ട് നമ്മളെ ഇങ്ങനെ കൂട്ടി നിർത്താൻ വേണ്ടി. അപ്പം നമ്മൾ ഈ ഫോഴ്സസിനൊക്കെ നമ്മളെപ്പോഴും ഒരു താങ്ക് യു എന്നുള്ളൊരു ഫീലിംഗ് അതെപ്പോഴും നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി കാണിക്കണം. അതിന് നമ്മൾ ഭഗവാനെയും ദേവിയെയും വിഷ്ണുവും മഹാവിഷ്ണുവും ശിവനെയും എല്ലാവരെയും മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ജീവിക്കുന്ന എർത്ത്, ഭൂമി, വെള്ളം, പിന്നെ അഗ്നി, പിന്നെ സ്പേസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഒരു കാര്യം പോലും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായി പോകും, അല്ലേ? ഒരു ദിവസം വെള്ളം വന്നില്ലെങ്കിലോ? അപ്പം നമ്മളിതൊക്കെ ഭയങ്കര വാല്യൂ ചെയ്ത് ഇതിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ പ്രേയേഴ്സ് പറയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ഇതിനെല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. അപ്പം ഇതാണ് നമ്മുടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ആദ്യത്തെ കടം നമ്മൾ വീട്ടാൻ പറ്റുന്ന ദേവഋണ. രണ്ടാമത്തെ കാര്യമാണ് ഋഷിഋണ. ഋഷിഋണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പഴയ ഋഷിയും മുനിമാരൊക്കെ നമുക്ക് ഒരുപാട് ജ്ഞാനം, നമുക്ക് ഒരുപാട് ബുക്സൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സയൻസ്, നമ്മൾ പഠിക്കുന്ന ടെക്നോളജി, നമ്മൾ പഠിക്കുന്ന ആസ്ട്രോളജി, ആസ്ട്രോണമി, മെഡിസിൻ, ഇതൊക്കെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നതാണ്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കില്ല, അല്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഒരേ കാര്യം, നമ്മൾ അതിൽ നിന്ന് എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമുക്ക് നന്ദി പറയലും ഇതിന് നമുക്ക് റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ കടം വീട്ടലും നമുക്ക് ഈ ജീവിതം തീരുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ പഠിച്ചത് നമ്മൾ ഷെയർ ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാരോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല, നമ്മുടെ കൾച്ചർ, നമ്മുടെ റിലീജിയൻ, നമ്മുടെ ബിലീഫ് നമുക്ക് അവരോട് ഷെയർ ചെയ്ത് നമ്മുടെ ആ കൾച്ചർ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ അൻസെസ്റ്റേഴ്സ് നമുക്ക് തന്നത് നമ്മൾ പാസ് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പഠിച്ചതൊരിക്കലും അയ്യോ എന്തിനാ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവനിനി വലിയ ആളായാലോ എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മൾ എത്രത്തോളം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു നമ്മൾ അത്രത്തോളം പഠിക്കും. അതാണ് ഉണ്ടാവുന്നത്. അപ്പം അതായിരുന്നു രണ്ടാമത്തെ നമ്മുടെ ഋഷിഋണ.
പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, അതാണ് പിതൃഋണ. നമ്മൾ നമ്മുടെ മൂത്ത ആൾക്കാരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം കുറേ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇപ്പം അച്ഛനമ്മമാരെ വൃദ്ധാശ്രമത്തിൽ പോയി ആക്കി, ഇല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഓർഫനേജസ് കാണുന്നുണ്ട്. ആൾക്കാർ പിള്ളേരെ വേണ്ടാന്ന് വെച്ചു, ഇല്ലെങ്കിൽ അച്ഛനമ്മമാർ മരിച്ചു, ആ പിള്ളേരെ ആരും നോക്കാനില്ല. അപ്പം നമുക്ക് പറ്റുന്ന അനുസരിച്ച് നമ്മൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, നമ്മൾ മരിച്ചു പോയ ആൾക്കാർക്ക് നമ്മൾ ഈ ബലിയിടണം, ശ്രാദ്ധം മുടങ്ങാണ്ട് ശ്രാദ്ധം ചെയ്യണം. ബിക്കോസ് അവരിതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അവർ നമുക്ക് വേണ്ടി ചെയ്ത് തന്ന കാര്യങ്ങൾക്ക് നമ്മളൊരു പേ ബാക്ക്, നമ്മൾ റീപേ ചെയ്യുവാന്ന്. അപ്പം വർഷത്തിൽ ഒരു പ്രാവശ്യം അവരെ ഓർത്ത്, അവർ തന്ന മെമ്മറീസൊക്കെ നമ്മൾ ഓർത്ത് അവരോട് താങ്ക് യു പറയണം. പിന്നെ നമ്മളിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. നമുക്കൊരു പീസ്ഫുൾ ലൈഫ്, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതൊക്കെ നമുക്കൊരു ബുക്കിൽ എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരാൾ പറയുവാണെങ്കിൽ നമുക്കൊന്ന് എഫേർട്ട് എടുക്കണേന് കുഴപ്പമില്ല, അല്ലേ? പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ ഈ ഹിന്ദു ഫിലോസഫിയിൽ ഒരു മോക്ഷം വേണമെങ്കിൽ നമ്മൾ ഇനി ജനിക്കാണ്ടിരിക്കണം, ആ ഒരു വിശ്വാസം കൂടിയുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും ജനിക്കുന്നു, പിന്നെ മരിക്കുന്നു, പിന്നെയും അടുത്തൊരു ജന്മം വരുന്നു, പിന്നെയും മരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ ബാക്കി വെച്ചാലാണ് പിന്നെയും അടുത്ത ജന്മം എടുത്തിട്ട് നമുക്കത് തീർക്കാൻ വരേണ്ടി വരുന്നത്. അപ്പം നമുക്ക് തന്ന ഈ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഈ 3 കടങ്ങളും നമ്മൾ കോൺഷ്യസ് ആയിട്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ടും ഓർത്തുകൊണ്ടും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയൂ. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.